റുപ്യ കടിച്ചാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഹാഫ് വരേണ്ടതാണ്. ഇത് 8-9,000 ഫുൾ ടാങ്കാണ് ഈ വണ്ടി. അപ്പോൾ കാൽ ടാങ്കേ വന്നിട്ടുള്ളൂ. റോഡിൽ നിന്ന് പെട്ടെന്ന് നോക്കാനും വിട്ടുപോയി. ഇങ്ങോട്ട് എത്തിയിട്ട് റോഡിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോൾ അന്ന് കാൽ ടാങ്ക് കാണുന്നു. ഞാൻ വിചാരിച്ച് കുറച്ച് തിരിച്ചെന്ന് അറിയുമായിരിക്കുമെന്ന്. നോക്കുമ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ വന്ന് ഇനി അങ്ങനെ താവുന്നുണ്ടെന്നല്ലാണ്ട് കയറുന്നത് കാണുന്നില്ല. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ വന്നിട്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഡീസലിൻ്റെ കാര്യത്തിൽ. തന്നെയാണ് പ്രശ്നം. ഈ അറിയാത്ത ആൾ വന്നാൽ ഇങ്ങനെല്ലാം കൊണ്ട് ഒപ്പിച്ച് കളയും. गियर में डाल दीजिए. ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ ഇന്നലെ നമുക്ക് ഇറക്കാൻ പറ്റിയിട്ടില്ല. നമ്മളെത്തുമ്പോൾ ഏകദേശം 3 മണിയായിട്ടുണ്ടായി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇത് ഇറക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടിട്ടുണ്ട്. നോർമലി ഈ വണ്ടി ഷോക്കാണ് പോകുന്നത്. അങ്ങനെ റെഗുലർ യൂസ് ഒന്നും ആക്കലില്ല അവർ. പെട്രോൾ വില്ലീസാണ്, 2 വീൽ ഡ്രൈവാണ്. അപ്പോൾ കസ്റ്റമർ ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് അവരവിടെ വെയിറ്റ് ആക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇന്നലെ രാത്രി 3 മണിക്ക് വന്നതുകൊണ്ട് നമ്മൾ എണിക്കാനൊരിച്ചിരി വൈകി. ടെമോ ബാംഗ്ലൂർ പോയി വരുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. നമ്മൾ വണ്ടിക്ക് വീതി ഒരിച്ചിരി കൂടുതലുള്ളതുകൊണ്ട് ഭയങ്കര കഷ്ടമാണ് ഓടിക്കുന്നത്. നമ്മളിത് ലോക്കാക്കിയിട്ടുള്ളത് നമ്മളിപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടാണ് ലോക്കിങ്. ഇത് നിങ്ങൾക്ക് കാണാം, ഇവിടെ ജസ്റ്റ് ഹൗസിങ്ങിലേക്ക് ഒരു ബെൽറ്റ് ഇട്ടിട്ട് ഇത് ഡബിളാക്കിയിട്ടാണ് ഇടുന്നത്. എന്ന് വെച്ചാൽ ഡബിൾ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ വണ്ടി ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പോകാത്ത പോലെയാണ് നമ്മൾ ഇങ്ങനെ 2 സൈഡ് ഇട്ട് ലോക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് ബെൽറ്റിന് അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യം വരുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മൾ ഇറക്കുന്നതോടെ നമ്മളെ പരിപാടി കഴിയും.
അപ്പോൾ നമ്മൾ ഇറക്കി കഴിഞ്ഞ് അപ്പോൾ നമ്മളിങ്ങനെ റിട്ടേൺ പോകാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.